ഞാൻ ഇന്നും പറയുന്നു, ഏറ്റവും തൻ്റെ ഇടമുള്ള ആൾക്കാർ ABVP-യിലെ പിള്ളേർ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. പണ്ട് തൊട്ടേ ദേശീയതയിലും ഉയർന്ന രാഷ്ട്രബോധത്തിലും ആ രാഷ്ട്രബോധം ഈ രാജ്യത്തിന്റെ പാരമ്പര്യമായ ഹിന്ദുത്വത്തിൽ നിന്നുള്ളതാണെന്നും നമ്മുടെ ഈ രാജ്യത്തിലുള്ള എല്ലാ നാനാജാതി മതസ്ഥരും ഈ ഹിന്ദുത്വത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയവരോ അല്ലെങ്കിൽ മതമാറ്റം ചെയ്യപ്പെട്ടവരോ ആണെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കാനും ഈ രാജ്യത്തിനെ മുന്നോട്ട് കുതിപ്പിക്കാനും ഇറങ്ങി നിൽക്കുന്ന ABVP-യിലെ കുട്ടികളെ ഐ സല്യൂട്ട്. ഇന്ന് വരെ വർഷം ഇത്രയായിട്ടും ഇപ്പോൾ ഈ നിമിഷം വരെ പോലും അവരുടെ തത്വശാസ്ത്രത്തിൽ നിന്നും അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും വീക്ഷണത്തിൽ നിന്നും അവർ മാറിയിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് പറഞ്ഞ് കൂകി വിളിച്ച് നടക്കുന്ന DYFI സംഘടനകൾ, മതേതരത്വം മാത്രം 4 നേരം വെട്ടിവിഴുങ്ങുന്ന യൂത്ത് കോൺഗ്രസും അതിന്റെ സഹായങ്ങളായിട്ടുള്ള KSU, ഇവരെല്ലാവരും നൈജീരിയയിൽ കാണാത്തത് ഗാസയിൽ കാണും. ഇത്തരത്തിൽ മതം നോക്കി ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും വന്നിട്ട് നമ്മുടെ രാജ്യത്തിന് വിദ്യാഭ്യാസം നൽകിയതാണ് എന്ന് പറയുമ്പോൾ അതേ എന്ന് പറഞ്ഞ് കുനിഞ്ഞു കൊടുക്കുന്നവൻ KSU-കാരനോ SFI-കാരനോ ആയിരിക്കും. അല്ല, ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റി എന്ന ആശയം, സർവകലാശാല എല്ലാം എൻ്റെ രാജ്യത്താണ് ഉണ്ടായത് എന്ന് ധൈര്യസമേതം പറയുന്നവൻ അവൻ ABVP-കാരനായിരിക്കും. ഇവിടെ സിന്ധു നദീതട നാഗരികതയിലുള്ളവർക്ക് ഹിന്ദു എന്ന പേര് നൽകിയത് അറബികളാണെന്ന് പറയുമ്പോൾ അതേ എന്ന് പറഞ്ഞ് കുനിയുന്നവൻ KSU-കാരനോ SFI-കാരനോ DYFI-കാരനോ ആയിരിക്കും. പക്ഷെ അല്ല, ബൃഹസ്പതി ആഗമയിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രതക്ഷതേ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ തന്നെയാണ്. ഈ സ്ഥാനം ഹിന്ദുസ്ഥാനമാണ്, ഇവിടെ ജീവിക്കുന്നത് ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് നിങ്ങളാരും പറഞ്ഞതല്ല എന്ന് തിരിച്ചു പറയുന്നവൻ ABVP-കാരനായിരിക്കും. പണ്ടെങ്ങോ നടന്നിരുന്ന ജാതി വ്യവസ്ഥകളും നമ്മുടെ നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കുകയും അറിവുകൾ നേടിവെക്കുകയും ചെയ്യുന്നതിന് പകരമായിട്ട് ഇന്നും ഈ ജാതി വ്യവസ്ഥകൾ നിലനിൽക്കുന്നു എന്നും സവർണരും അവർണരും രണ്ടും രണ്ടാണെന്നും ഇവർ തമ്മിൽ വെട്ടിച്ചാവേണ്ടവരാണെന്നും സവർണൻ പണ്ട് ഇങ്ങനെ ചെയ്തിരുന്നുകൊണ്ട് അവർണൻ ഇന്നിപ്പോൾ ഇങ്ങനെ കാണിക്കണമെന്നും അവർണനുള്ളിൽ എപ്പോഴും ഒരു ജാതിബോധം ഉണ്ടാക്കിക്കൊണ്ട് സംസാരിക്കുന്നവൻ DYFI-കാരനോ KSU-കാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനോ SFI-കാരനോ ആയിരിക്കും. പക്ഷെ അതൊന്നുമല്ല. നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് നോക്കിയാണ് പോകേണ്ടത്. നമ്മുടെ പിൽക്കാലങ്ങളിൽ നമ്മുടെ ജാതി മറഞ്ഞതെന്ന് ഒന്നിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് നമ്മുടെ ബൃഹത്തായ നമ്മുടെ ഭാരതദേശമാണ് എന്ന ഉത്തമ ബോധത്തോടു കൂടി മുന്നോട്ട് പോവുകയും ജാതിഭേദമന്യേ മതദ്വേഷമന്യേ എല്ലാവരെയും ഒരുപോലെ കാണാൻ, എങ്ങനെ എൻ്റെ രാഷ്ട്രത്തോട് സ്നേഹവും കൂറുമുള്ളവനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ തന്നെ തിരികെ സ്നേഹിക്കുകയും ചെയ്യുമെന്നുള്ള അടിയുറച്ച വിശ്വാസമുള്ളവൻ ABVP-കാരനായിരിക്കും, അല്ലെങ്കിൽ ABVP-കാരിയായിരിക്കും. അതല്ല, പലസ്തീനാണ് ഏറ്റവും വലുതെന്നും പലസ്തീന് മാത്രമേ ദാഹിക്കുന്നുള്ളൂ എന്നും പലസ്തീനുള്ളവർക്ക് മാത്രമേ മനുഷ്യത്വം അർഹിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നവനും, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എവിടെയെങ്കിലും എഴുതി കാണുമ്പോൾ രക്തം തിളയ്ക്കുന്നവനും അതിനെ എതിർക്കാൻ തോന്നുന്നവനും, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജാതീയമായ സംഭവങ്ങൾ നടന്നാൽ അത് മൊത്തം കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ് എന്നും ഹിന്ദുക്കളെ ഇങ്ങനെയാണ് എന്ന് സംസാരിക്കുന്നവനും, എന്നാൽ ലോകത്തിന്റെ എവിടെയെല്ലാം ഇസ്ലാമിക ഭീകരവാദമോ ടെററിസമോ നടന്നാലും, നൈജീരിയയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നാലും, സിറിയയിലും ലെബനനിലും യമനിലുമെല്ലാം എത്ര പേർ കൊല്ലപ്പെട്ടാലും അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് കരുതുന്നവനും, ഇങ്ങനെയുള്ള കീടങ്ങളെല്ലാം തന്നെ DYFI-യിലും SFI-യിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഗസയിലുള്ളവർ അർഹിക്കുന്ന അതേ മനുഷ്യത്വമാണ് നൈജീരിയയിലുള്ളവരും അർഹിക്കുന്നത്. അതേ മനുഷ്യത്വം തന്നെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ വേട്ടയാടുമ്പോൾ ആ ഹിന്ദുക്കൾക്കും വേണ്ടത്. അതേ മനുഷ്യാവകാശം തന്നെയാണ് ഈ രാജ്യത്ത് തീവ്രവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടത്. ഇതേ മനുഷ്യാവകാശം തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടത്. ഇതേ മനുഷ്യാവകാശം തന്നെയാണ് യമനിലും സിറിയയിലും ലെബനനിലും എല്ലാം വേണ്ടത് എന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ ഭാരതീയൻ. അവൻ ABVP-കാരനായിരിക്കും. നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് ആരെങ്കിലും ഇകഴ്ത്തി സംസാരിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞ് കൈയടിക്കുന്നവൻ DYFI-കാരനോ KSU-കാരനോ SFI-കാരനോ ആയിരിക്കും. എന്നാൽ അങ്ങനെ ഇകഴ്ത്തുമ്പോൾ അതിനെ ശക്തമായി നിന്ന് പ്രതിരോധിക്കുന്നവൻ ആരായിരിക്കും? അവൻ ABVP-കാരനോ ABVP-കാരിയോ ആയിരിക്കും. ഐ സല്യൂട്ട് യു ഗൈസ്. നിങ്ങൾ വളരെ വലിയ മാതൃകകളാണ്. വളരെ ശക്തമായാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. എണ്ണത്തിൽ കുറവാണ്, അറിയാം. ആക്രമണങ്ങൾ നേരിടേണ്ടി വരും, അറിയാം. നിങ്ങൾക്കെതിരെ വൃത്തികെട്ട ഭാഷയിൽ ഈ നികൃഷ്ട ജന്മങ്ങൾ സംസാരിക്കും, അതും അറിയാം. പക്ഷെ അവർ കൂടെയുള്ള കുട്ടികളുടെ ഉള്ളിലും തലച്ചോറിലും കയറ്റി വെച്ചിട്ടുള്ള ജാതിബോധം എന്നെങ്കിലും നമുക്കത് തൂത്തെറിയാൻ കഴിയും. 1800-കളിലും 700-കളിലും 1900-കളിലും ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന ജാതി വ്യവസ്ഥയെ പറ്റി ഇന്നും നമ്മുടെ ചെവിയിൽ വന്ന് ഓതുന്നവന്മാർ ആരൊക്കെയാണ്? 10-75 വർഷമായിട്ട് ഈ സംസ്ഥാനത്ത് ഏറ്റവും സ്വാധീനമുള്ള പാർട്ടിയും മാറി മാറി ഭരിക്കുമ്പോൾ ഭരണം കിട്ടിയ പാർട്ടിയായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും വാലാട്ടികളായിട്ടുള്ള കുറെ എണ്ണം.
സുനിൽ പി ഇളയിടം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമുക്കൊന്നും എതിർക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ശ്യാംകുമാർ, ബ്രാഹ്മണിക്കൽ ഹെജിമണി, എല്ലായിടത്തും ബ്രാഹ്മണിക്കൽ ഹെജിമണി. എവിടെയെങ്കിലും ഒരു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടാൽ, എവിടെയെങ്കിലും ഒരു വ്യക്തി ആക്രമിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ ഉടനെ അത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെന്നും അത് ബ്രാഹ്മണന്മാരുടെ കാര്യമാണെന്നും നിങ്ങൾ ദളിതർ അതിലൊന്നും ഇടപെടണ്ട എന്നും, അങ്ങനെ ഇടപെടാനായിട്ടോ അത് ഞങ്ങളുടെയും കൂടെ ക്ഷേത്രമാണെന്ന് എഴുന്നേറ്റ് നിന്നാലോ ഇവൻ അപ്പൊ പഴയ കുത്തിത്തിരിപ്പ് കഥ പറയും. അത് ബുദ്ധക്ഷേത്രമാണ്, അത് മറ്റേ ക്ഷേത്രമാണ്, ഇവർ ആര്യന്മാരാണ്, ഇവർ വന്ന് പിടിച്ചടക്കിയവന്മാർ, എന്തൊക്കെ നുണയെല്ലാം പറയാൻ പറ്റുമോ അതെല്ലാം ഈ വിഷജീവികൾ പറയും. ഇവന്മാർ പറയണത് ഈ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസും 10-75 വർഷമായിട്ട് ഭരിച്ചിട്ടും ഇന്നും 30 വയസ്സുള്ള വേട പറയുന്നത് എന്താണ്? ഈ നാട്ടിൽ ജാതി പ്രശ്നം ഉണ്ട് എന്നാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങളെ ഇത്രയും കാലം ഭരിച്ചവർ തന്നെയാണ് എന്ന് തിരിച്ചു പറയാൻ ചങ്കൂറ്റം കാണിക്കുന്നവൻ ABP-കാരനോ ABP-കാരിയോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ശരിയായ പക്ഷത്താണ്. നമ്മുടെ മുന്നിൽ വന്നിന്ന് ഗസയെന്നും പലസ്തീനെന്നും പറഞ്ഞാലും നമുക്ക് ആർക്കും ഒരു വിറയിലും വരില്ല. പക്ഷേ എന്താടാ പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാത്തതെന്ന് ഏതെങ്കിലും ഒരു കഫി അണിഞ്ഞവൻ ചോദിച്ചാൽ മൂത്രസഞ്ചിയിൽ നിന്നും ധാരധാരയായി മൂത്രം ഒഴിക്കുന്നത് DYFI-കാരനോ SFI-കാരനോ KSU-കാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനോ ആയിരിക്കും. അങ്ങനെയൊന്നും നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ചോദിക്കാൻ പോലും ധൈര്യപ്പെടില്ല. കാരണം നിങ്ങൾ ABP-കാരനോ ABP-കാരിയോ ആയിരിക്കും. നമ്മളത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് പരമപ്രധാനം ഈ രാഷ്ട്രം തന്നെയാണ്. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ കഴിയുള്ളൂ എന്ന ബോധം നമ്മുടെ നാട്ടിലെ ഒരുപാട് കുട്ടികളിലേക്ക് എത്തിക്കേണ്ട വലിയ ദൗത്യം നമുക്കുണ്ട്. ഇലക്ഷനുകൾ നടക്കട്ടെ, പരാജയങ്ങൾ നേരിടും. പരാജയങ്ങളാണ് നമ്മൾ നേരിട്ടിട്ടുള്ളതെല്ലാം. 900 വർഷം നീണ്ട അടിമത്തത്തിൽ നിന്നും നമ്മൾ മോചിപ്പിക്കപ്പെട്ടത് വീണ്ടും കണ്ടവന്റെ അടിമകളാകാനല്ല, പോരാടുവാൻ വേണ്ടിയാണ്, പോരാടി ജീവിക്കുവാൻ വേണ്ടി. ജയ് ഹിന്ദ്.